ഇത് വെറുമൊരു വിനോദയാത്ര മാത്രമല്ല, വിധി വിളയാട്ടത്തിൽ മനം നൊന്ത് കഴിയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരിക്കുള്ളിൽ ആനന്ദദീപം തെളിക്കുക എന്ന ദൗത്യം കൂടിയായിരുന്നു. പക്ഷേ കൂട്ടുകാരെത്ര നിർബന്ധിച്ചിട്ടും അവൾ ടൂറിന് വരാൻ തയ്യാറായിരുന്നില്ല. ഹലോ സുമതി, നീ എന്താ ടൂറിന് വരുന്നില്ലേ? ഇല്ല. അതെന്താ വന്നാല്? സുഭദ്ര, എന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. നീയല്ലേ പറയാ ടൂർ പോണം എന്നൊക്കെ. അതൊക്കെ ശരിയാണ്. ഇപ്പൊ അതിന് പറ്റിയ അവസ്ഥയല്ല എന്റെ. അല്ലെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ നിന്റെ സ്വഭാവം ഇതന്നെ. ഇന്ന് മാത്രമല്ല കണ്ടു. വരുന്നില്ലെങ്കിൽ നീ എന്നെ വിളിക്കുകയോ ചെയ്യരുത്. അതല്ല സുഭദ്ര, എന്റെ ഈ അവസ്ഥയിൽ വന്നാലെങ്ങനെ? ഇപ്പോ എന്റെ കയ്യും കാലൊന്നും ആരും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ. ചിലപ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ കൂട്ടുകാരെ പറ്റി നീ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നിന്റെ അവസ്ഥ ആർക്കാ അറിയാത്തത്? നിന്റെ ഈ മുടന്ത ഞാൻ എന്ന് മാത്രല്ല പണ്ടേ ഉള്ളതാ. നീ വരുന്നുണ്ടെങ്കി വാ. നിങ്ങൾ ടൂറ് പോവാണല്ലേ? ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ ഒക്കെ പോണുണ്ട്. ഈ ടൂറ് പോയ എന്താ കിട്ടുക? നല്ല രസമായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഒക്കെ മാറും. നല്ല ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? പറ, വരുന്നുണ്ടോ? ഞാൻ അച്ഛനോട് പറയട്ടെ? വേണ്ട, ഞാൻ വരുന്നില്ല. നീയും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. എന്താ, പൈസ ഇല്ലാത്തതും കൊണ്ടാണോ? അല്ല, ഞാൻ വരുന്നില്ല. അമ്മ സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ അമ്മ സമ്മതിക്കാത്തോണ്ടല്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള പേടി അന്നും ഉണ്ടായിരുന്നു. അവര് വിളിച്ചതല്ലേ, നീ പോയിട്ട് വാ. ഈ അവസ്ഥയിൽ എങ്ങനെ മേയാൻ പോവുക? ഒരു കുഴപ്പമുണ്ടാവില്ല, പോയിട്ട് വാ. അവരോട് ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. വരുന്നില്ലെങ്കിൽ എന്നെ നീ വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ വരണുണ്ട് സുഭദ്രേ. അമ്മ സമ്മതിച്ചു. അമ്മ അന്ന് സമ്മതിക്കും, ഇന്ന് സമ്മതിക്കും. നീയാണ് കുഴപ്പക്കാരി. അങ്ങനെ കാലഹരണപ്പെട്ടെന്ന് കരുതിയ അവളുടെ ആഗ്രഹത്തിന് വീണ്ടും തിരി തെളിയുകയാണ്. അതിനെ അത്യന്തം ദീപ്തമാക്കാൻ കൂട്ടുകാരെല്ലാം കച്ചകെട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. സൗഹൃദ ഊർജത്തിന്റെ തിളക്കം എല്ലാ കൂട്ടുകാരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം തന്നെയുള്ള പാട്ടുകാരിയും കൂട്ടുകാരിയുമായ റാണി ബേബിയുടെ ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. വാഹനം മുന്നോട്ട് കുതിക്കുമ്പോൾ 24 മനസ്സുകൾ അതിലിരട്ടി വേഗത്തിൽ പുറകോട്ട് കുതിക്കുകയായിരുന്നു 16-ാം വയസ്സിലേക്ക്. ആരോഗ്യ പ്രശ്നങ്ങളാൽ മിഴികൾ അടയുമ്പോഴും സുമതി എല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിതു ചാരുലത പോലെ. ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിതു ചാരുലത പോലെ. പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങൾ പല്ലാവൂർ ഗ്രാമത്തിൽ വണ്ടി നിർത്തി. വാദ്യചക്രവർത്തിമാരായിരുന്ന പല്ലാവൂർ സഹോദരങ്ങളുടെ മനോഹര ഗ്രാമം. ഈ സ്ഥലം ഒരു കാലത്ത് പല്ലവ രാജാക്കന്മാരുടെ 2ാം തലസ്ഥാനമായിരുന്നു. അവരിൽ നിന്നാണ് സ്ഥലത്തിന് പല്ലാവൂർ എന്ന പേര് കിട്ടിയതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഗ്രാമത്തിന്റെ മണവും രുചിയുമുള്ള ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായി. പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലാണ് പല്ലാവൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പല്ലശ്ശനയും പല്ലാവൂരും പേരിൽ തന്നെ ഒരു സാമ്യമുണ്ടല്ലോ.
പ്രകൃതിരമണീയമായ വയലേലകളും മലകളും കുന്നുകളും കുളങ്ങളും കൊണ്ട് സമൃദ്ധമായ ഒരു ഗ്രാമമാണിത്. സുമതിയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ പ്രകാശം കണ്ടു തുടങ്ങി. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇതാണ് അതിപ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. വനത്തിൽ വെച്ച് ഭദ്രകാളി ദാരികനെ എതിരിട്ട് നിഗ്രഹിച്ചതിന് ശേഷമുള്ള ആഘോഷത്തിന്റെ ഓർമ്മയ്ക്കായാണ് നെന്മാറ വേല നടത്തുന്നതത്രേ. നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്നാണ് ഇവിടെ നടത്തപ്പെടുന്നത്. മടക്കയാത്രയിലാണ് ഞങ്ങൾ പോത്തുണ്ടി ഡാം കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും റോഡരികിൽ നിന്നുള്ള ഡാമിന്റെ കാഴ്ചയ്ക്കായി വണ്ടി നിർത്തി. ഒരു കൊച്ചുകുട്ടിയുടെ വിസ്മയത്തോടെ സുമതിയും ആ കാഴ്ച കാണുകയാണ്. റാണി ബേബിയുടെ ബസിന്റെ സാരഥിമാർ ശരത്ത്, ജിഷ്ണു, സഹായ്, നിമേഷ്. റോഡരികിൽ ഒരു നാട്ടുപോത്തിനേക്കാൾ ശാന്തനായി മൃഷ്ടാന്ന ഭോജനം നടത്തുന്ന ഒരു കാട്ടുപോത്തിനെ കണ്ടു. ചില ചങ്ങായിമാരുടെ നാവിൽ വെള്ളമൂറാൻ അത് കാരണമായി. ഇതാണ് വരയാട് മല വ്യൂ പോയിന്റ്. ആ മലയിൽ ധാരാളം വരയാടുകളുണ്ടത്രേ. ഈ മനോഹര പശ്ചാത്തലത്തിൽ വെച്ച് ഞങ്ങൾ സൗഹൃദ മധുരം പങ്കിടുമ്പോൾ കാടിന്റെ മക്കളും അവരുടെ പങ്ക് ചോദിച്ചും ചോദിക്കാതെയും വാങ്ങുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് കേരള സർക്കാർ നടത്തുന്ന ഓറഞ്ച് ഫാമിലേക്കാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഓറഞ്ചൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. എങ്കിലും മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. ചിലരൊക്കെ പലതരം തൈകളും വാങ്ങുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാലേ? സന്തോഷ് കെ പിയുടെയും ബാബു കെ ഡിയുടെയും ബാബുവിൻ്റെ ഫാമിലിയുടെയും പ്രയത്നത്തിൽ തയ്യാറാക്കിയ ഉച്ചഭക്ഷണത്തിന് നല്ല രുചിയായിരുന്നു. സൗഹൃദത്തിൻ്റെ രുചി. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നെല്ലിയാമ്പതിയിലെ പ്രധാന കാഴ്ചയാണിത്. മേഘങ്ങൾ നമ്മളെക്കാൾ എത്രയോ താഴെയാണിപ്പോൾ. എന്ത് രസല്ലേ? അപ്പൊ നീ വരാതിരുന്നെങ്കിലോ? അയ്യോ, വലിയ നഷ്ടമായേനേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ കൊല്ലങ്കോട് പട്ടണവും പരിസര പ്രദേശങ്ങളും എല്ലാം കാണാം. നെല്ലിയാമ്പതിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഭാരതപ്പുഴ, ചാലക്കുടി പുഴ, പിന്നെ കാവേരി പുഴ, ഇതൊക്കെ ഇവിടുന്ന് ഉത്ഭവിക്കണതേ. പാവപ്പെട്ടവരുടെ ഊട്ടിന്നും കൂടി പറയണ്ടേ നെല്ലിയാമ്പതി. എടാ പ്രദീപേ, ഇതിവിടെ ഈ തണുപ്പുള്ള അന്തരീക്ഷം കൊണ്ട് കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ നന്നായി വളരും. നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിൽ ഞാനും വന്നോട്ടെ. എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ആരും തുറക്കാത്ത ഭൂമുഖവാഹിനി അങ്ങനെ പോലെ നിന്നു സന്യാസിനി. ഞാനിവിടെ ഇത്രയും നല്ല സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല.
കാണാൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയുണ്ടെങ്കിലും സമയപരിമിതി മൂലം സംതൃപ്തിയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. സുമതിയുടെ ചലനങ്ങളിലെല്ലാം മനസ്സിന്റെ ഉന്മേഷം പ്രകടമായിരുന്നു. ഇനി പോത്തുണ്ടി ഡാമിലേക്ക്. ഇതാണ് പോത്തുണ്ടി ഡാം. ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിലൊന്നാണിത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂര്, നെന്മാറ, ആലത്തൂര്, വടക്കഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങൾക്ക് ഈ ജലസേചന പദ്ധതി മൂലം പ്രയോജനം ലഭിക്കുന്നു. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഏത് പ്രായത്തിലും ഒരു കുട്ടിത്തം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തു വരാൻ ഇതിലും നല്ല സന്ദർഭം വേറെയുണ്ടോ? പടിഞ്ഞാറേ ചക്രവാളത്തിൽ ആദിത്യൻ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. കൂടെ ഞങ്ങളും പടിയിറങ്ങുകയാണ്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായി മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴും ആരും ക്ഷീണിതരായിരുന്നില്ല. യാത്രയുടെ അവസാന നിമിഷം വരെയും ഓരോരുത്തരും പാട്ടും ഡാൻസുമായി ആവേശ കൊടുമുടിയിൽ തന്നെ ആയിരുന്നു. സുമതിയും. ഹലോ, ഡോക്ടർ തിരക്കിലാണോ? തിരക്കിലായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു വീട്ടിലെത്തി. പറഞ്ഞോളൂ. എനിക്കിപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ നല്ല ഉറക്കം കിട്ടണുണ്ട് കേട്ടോ. ആഹാ, വെരി ഗുഡ്. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളും ടെൻഷനൊക്കെ മാറിയോ? ആ, മാറി. എൻ്റെ കൂട്ടുകാരത് എനിക്ക് മാറ്റി തന്നു. അതെങ്ങനെ? എന്ത് മരുന്നാണ് കൂട്ടുകാർ തന്നത്? ഇനിയുള്ള കാലം മുഴുവൻ സന്തോഷിക്കാനുള്ള ഓർമ്മകൾ അവരെനിക്ക് തന്നു. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ. സുമതി, ഏറ്റവും വലിയ മരുന്നും ഏറ്റവും വലിയ വിഷവും ഒന്ന് തന്നെയാണ്. അതെന്താണെന്ന് അറിയോ സുമതിക്ക്? ഇല്ല. അത് മനുഷ്യന്റെ മനസ്സാണ്. ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കാൻ കഴിഞ്ഞാൽ മനസ്സൊരൗഷധമാണ്. എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാലേ അതിലും വലിയൊരു പോയിഷൻ വേറെ ഇല്ല. എപ്പോഴും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്. നാളെ ഇനിയിപ്പോൾ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുമതി എൻ്റെ പേഷ്യൻ്റാണ്, ഞാനൊരു ഡോക്ടറാണ്. പക്ഷേ നാളെ നമ്മളിൽ ആരാണ് ഉണ്ടാവുക എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടോ. താങ്ക് യു ഡോക്ടർ. ശരി, പിന്നെ വിളിക്കാട്ടോ. എന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. പക്ഷേ നീ നിൻ്റെ കൂട്ടുകാരെ എപ്പോഴും വിളിക്കണം. ഇങ്ങനെയുള്ള കൂട്ടുകാരെ കിട്ടാൻ ഒരുപാട് ഭാഗ്യം വേണം. വരുമോരോ എതിരും നീ പതറാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ, പിന്നിട്ട വഴിയോർത്തു തളരാതെ മനമേ, ഇനിയുള്ള വഴിയോർത്തു വിരളാതെ മനമേ, വരുമോരോ എതിരും നീ പതറാതെ മനമേ.